ദൈവം പരിശുദ്ധനായതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന ശിശുവും പരിശുദ്ധനായിരിക്കുമെന്നും ദൂതൻ പറഞ്ഞു. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുമെന്ന് യേശു പിൽക്കാലത്ത് പറയുകയുണ്ടായി. ശിശുവായിരുന്ന യേശു വളർന്ന് നല്ല ഫലം പുറപ്പെടുവിച്ചതുപോലെ നാം ഓരോരുത്തരും നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവമക്കളായി തീരണമെന്നാണ് ദൈവഹിതം. ഇത് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ക്രിസ്മസ് ദിനങ്ങൾ. ഈ സുദിനത്തിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട തിരുവചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ പുതുവത്സരത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കാനിരുന്ന ഈ ദിവസങ്ങളിൽ ലൂക്ക 34-38 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ചെറിയൊരു പ്രസംഗമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യങ്ങളുടെ ഉള്ളടക്കം. കന്യകയായ മറിയത്തോട്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോൾ, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ അതെങ്ങനെ സാധ്യമാകും എന്ന മറിയത്തിൻ്റെ ചോദ്യത്തിന്, മനുഷ്യന് സാധ്യമായതെന്തും ദൈവത്തിന് സാധ്യമാകും എന്നായിരുന്നു ദൂതൻ പറഞ്ഞ മറുപടി. നിന്റെ ചാർച്ചക്കാരിൽ വന്ധ്യയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് അറിയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കഴിവുകളെ സ്ഥിരീകരിക്കുകയും, പരിശുദ്ധാത്മാവിനാലാണ് നീ ഗർഭിണിയായിരിക്കുന്നതെന്നും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നും ദൂതൻ പറഞ്ഞു. ദൈവം പരിശുദ്ധനായതുകൊണ്ട് ജനിക്കാനിരിക്കുന്ന ശിശുവും പരിശുദ്ധനായിരിക്കുമെന്നും ദൂതൻ പറഞ്ഞു. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുമെന്ന് യേശു പിൽക്കാലത്ത് പറയുകയുണ്ടായി. ശിശുവായിരുന്ന യേശു വളർന്ന് നല്ല ഫലം പുറപ്പെടുവിച്ചതുപോലെ നാം ഓരോരുത്തരും നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവമക്കളായി തീരണമെന്നാണ് ദൈവഹിതം. അതിനുവേണ്ടി പരിശുദ്ധ ദൈവമാതാവിനെ പോലെ നമുക്കും വിശുദ്ധിയിൽ വളരാനും വിശുദ്ധരായി തീരാനും ക്രിസ്തു വഴി ദൈവം ഇടയാക്കി തീർക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസിന്റെ പൊൻപുലരി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനതാരിൽ മിഴിനീര് മറയുമ്പോഴാനന്ദം. മലമുകളിൽ മനസ്സുകളിൽ ഒരുപോലാനന്ദ മകതാരിൽ പുൽക്കൂട് വിരിയുമ്പോഴാനന്ദം. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി